അടിപൊളി സാധനം. ഇതിനെന്താ അത്ര ഹൈപ്പ് എന്ന് ഞാൻ വിചാരിച്ചു, വെറുതെ അല്ല കേട്ടോ. അപ്പോൾ ഇഫ ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കി എടുത്താലോ. ഒരു ബൗളിലേക്ക് മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വിനാഗിരി, തൈര്, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായി അരിഞ്ഞ് വെച്ച് നമ്മുടെ ചിക്കനൊക്കെ ഇട്ട് നന്നായി മസാലയ്ക്ക് എല്ലാവിടേക്കും തേച്ച് പിടിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് കുറഞ്ഞത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തത് ഇതിലേക്കുള്ള വൈറ്റ് സോസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. എഗ് വൈറ്റ്, ഗാർലിക്, ചീസ്, ഫ്രഷ് ക്രീം, ഉപ്പ്, ഓയിൽ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ഇട്ട് അടിച്ചെടുത്താൽ അതാ ഇതുപോലെ കിട്ടും, കുറച്ച് കട്ടിയായിട്ടുള്ള വൈറ്റ് സോസായിട്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസൊക്കെ ഇട്ട് നന്നായി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് കുക്കായതിന് ശേഷം അടുത്ത സൈഡും കൂടി കുക്ക് ചെയ്തെടുത്തിട്ട് ഇതിന് മേലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച് നമ്മുടെ വൈറ്റ് സോസ് നന്നായിട്ട് തേച്ച് കൊടുക്കാം. എല്ലാ സൈഡിലേക്കും നന്നായിട്ട് ആവണ പോലെ നന്നായി തേച്ചതിന് ശേഷം ഇത് മൂടി വെച്ച് 1 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുത്താൽ ദാ നമ്മുടെ ഇഫ ചിക്കൻ ഇവിടെ റെഡിയാക്കി കിട്ടി. എന്തായാലും ലുക്ക് മാത്രമല്ലല്ലോ, ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നും കൂടി നമുക്ക് നോക്കണ്ടേ. അപ്പോൾ വാ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. കം ഓൺ. അടിപൊളി സാധനം, മസ്റ്റ് ട്രൈ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനെന്താ അത്ര ഹൈപ്പ് എന്ന് ഞാൻ വിചാരിച്ചു, വെറുതെ അല്ല കേട്ടോ. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.